മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ച് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. കമ്മീഷന്റെ നിയമസാധുതയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വഖഫ് സംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് വിധി പറയുക. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഈ കേസിൽ വിശദമായ വാദം കേൾക്കലും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നാണ് വിധി പറയുന്നത്. എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: വഖഫ് ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷന് അന്വേഷണം നടത്താൻ എന്താണ് അധികാരമെന്ന് ചോദിച്ചു. വഖഫ് അല്ലാത്ത ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷന് അന്വേഷണം നടത്താം. അതേസമയം വഖഫിന്റെ അധികാര പരിധിയിലിരിക്കുന്ന ഭൂമി എന്ന് അവകാശപ്പെടുന്ന ഭൂമിയിലെ അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷന് അവകാശമുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വിധി തിരിച്ചടിയായാൽ വീണ്ടും സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കേണ്ട സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ വിധി അനുകൂലമാവുകയാണെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ വഖഫ് ഭൂമിയിൽ നടത്തുന്ന അന്വേഷണങ്ങൾക്കും തുടർ നടപടികൾക്കും ഒക്കെ സാധ്യതയുണ്ട്. അത് സർക്കാരിന് ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നവുമായി മുന്നോട്ട് പോകാനും അതിന് പരിഹാരം കാണാനുമുള്ള സർക്കാർ നീക്കത്തിന് കുറെ കൂടി ഊർജം നൽകുന്ന വിധിയായിരിക്കും. അതേസമയം വിധി മറിച്ചാണ് ഉണ്ടാവുകയെങ്കിൽ അത് സർക്കാർ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കേണ്ട സാഹചര്യമുണ്ട്. ഇന്ന് 10:15 ഈ കേസ് പരിഗണിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കമ്മീഷൻ നിയമസാധുത ഇല്ലെന്നുള്ള തീരുമാനം, അത്തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു കഴിഞ്ഞ തവണ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിധി എന്തായിരിക്കുമെന്നുള്ള ഒരു ആകാംക്ഷയോടെ തന്നെയാണ് സർക്കാർ കാത്തിരിക്കുന്നത്. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.